ഒറ്റ പോയാലോ? ഇതെൻ്റെ കൂട്ടുകാരത്തി വാങ്ങിച്ചു തന്നാ കേട്ടോ. ഐ മീൻ എൻ്റെ അതു. വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഞാൻ വീഡിയോ എടുക്കണേന്ന് പോലും ഒന്നും കാണാനില്ല കേട്ടോ. ബിക്കോസ് അത്രയും വെയിലാണ്. ആക്ച്വലി ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. ബിക്കോസ് ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ ഒരു ബ്ലൂ കളർ എൻ്റെ കൈ കാണുമ്പോൾ മാത്രം കാണണ്ടാവുള്ളൂ അല്ലേ, എന്നാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു എൻ്റെ വീട് ഫസ്റ്റ്. സോ ഈ ഒരു അമ്പലമായിട്ട് എന്താ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോവാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണും. ഈ അമ്പലമായിട്ട് എനിക്കുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ആയിരുന്നു, ഈ ആ ഒരു വീട്ടിലാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സോ എനിക്കെന്തോ ഈ പ്ലേസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് ഞാൻ വന്നതാണ്. കണ്ടോ, ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. എന്താണെന്നറിയില്ല, വൈകുന്നേര സമയത്ത് ഇവിടെ പാട്ടൊക്കെ ഉണ്ടാവും. അപ്പം ആക്ച്വലി ഞാനൊരു ക്രിസ്ത്യനാണ്. സോ എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട് ഇവിടെ ആയിരുന്നു, ഈവനിങ് ടൈമിലത്തെ പാട്ട്, പിന്നെ ആ ഒരു ചെറുപ്പം, ആ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ നൊസ്റ്റു, ആ സെറ്റപ്പാണ്. സോ ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇങ്ങോട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉണ്ണിയോളൊക്കെ സ്കൂളിലാക്കി അതിനുശേഷം ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. സോ ഈ വഴി തന്നെ അടിപൊളിയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു റോഡാണ്, എന്നിട്ടാണ് അമ്പലത്തിലോട്ടുള്ളൊരു ഇതിപ്പോൾ ഏത് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടക്കാഞ്ചേരി, സോറി അല്ല, തിരൂരാണ് സ്ഥലം. തൃശ്ശൂർ തിരൂരാണ് കേട്ടോ, മലപ്പുറം തിരൂരല്ല. ഈ പൂ കണ്ടോ, ഇതാണ് തുമ്പപ്പൂ കേട്ടോ. കണ്ടോ, സോറി ഞാനത് പൊട്ടിച്ചു, പലരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ പോകാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മകളൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരും. സോ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലോട്ടൊക്കെ പോകാമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുക എന്നൊക്കെ പറയുമ്പോൾ. സോ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. ആക്ച്വലി ഇനി പോകുന്നത് എൻ്റെ പഴയ വീട്ടിലേക്കാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പോൾ അവിടെ കുറേ ആൾക്കാർ റെൻറ്റിനൊക്കെ താമസിക്കുന്നുണ്ട്. സോ നമ്മൾ പുറത്തുനിന്നൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോവാം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇത്രയും ദൂരത്തിലേ എടുക്കുന്നുള്ളൂ. എനിക്കെന്തുകൊണ്ട് ആ സ്ഥലം ഇത്ര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ആ വീട്ടിൽ ഞങ്ങൾ 3 മക്കൾ ഉണ്ടായിരുന്നു, പിന്നെ അപ്പനമ്മയും ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. എനിക്കെൻ്റെ അനിയനുണ്ടായിരുന്നു. സോ അവൻ ചെറിയ ഉണ്ണിയായിരുന്നു, എന്നേക്കാളും ഒരു 9 വയസ്സൊക്കെ താഴെയാണ്. അപ്പം അവൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് ഈ വീടാണ്. അപ്പോൾ എൻ്റെ അനിയത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ വീടായിരിക്കില്ല ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടാവുക, വേറെ വീടായിരിക്കും. അത് ഞങ്ങൾ പപ്പയ്ക്ക് വീട് പണിത് കൊടുക്കലാണ്. സോ ആയിരുന്നു, അങ്ങനത്തെ ഒരു വർക്കായിരുന്നു. സോ പപ്പയ്ക്ക് ഈ വീടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യം ഇവിടെ ഒരു ചെറിയൊരു വീടായിരുന്നു, അതിനുശേഷമാണ് പുതിയ വീട് പണിതത്. എന്നിട്ട് ഞങ്ങൾ അതിൽ താമസിച്ചു കുറച്ച് കാലം, ഒരു 5ാം ക്ലാസ് വരെ, ഞാൻ 5ൽ പഠിക്കുന്ന വരെ. അതിനുശേഷം വീട് മാറി. ആ വേറെ വീടുണ്ട്, എൻ്റെ കല്യാണമൊക്കെ ആ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഈ വീട്ടിനോടാണ്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല. എത്രയൊക്കെ നമ്മളെ വേദനിപ്പിച്ചവരാണെങ്കിലും പിന്നെ അവരെ കണ്ടിട്ട് നമുക്ക് ചിരിക്കാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ അത്രയും ഒരു സന്തോഷം തരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആരുടെ അടുത്തും ദേഷ്യമില്ലാതെ വളരെ ഇന്നസെൻ്റായിട്ട് ജീവിക്കാൻ പറ്റിയ കുറച്ച് കാലങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഓക്കെ, അപ്പം ഞാനത് കാണിക്കാം. ഈ ഒരു വീടാണ്. ഇപ്പം ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും എന്താണെന്നറിയില്ല
ഇപ്പുറത്തെ ഒരു പറമ്പാണ്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല, കുറച്ച് ബെറ്റർ ആയിരുന്നു. ഞങ്ങളിവിടെ കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ പാടം കാണാം. അതാണ് കേട്ടോ വന്നിട്ടുള്ള മറ്റേ ഇതാണ് കേട്ടോ. പപ്പയ്ക്ക് സ്നേഹമതിലിൻ്റെ ഒക്കെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പപ്പ പണിതിട്ടുള്ളതാണ്. അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ കുറേ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ചെറിയ കുട്ടിയായിരുന്നപ്പം ഒരുപാട്. ഇത് ആക്ച്വലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുളമാണ് അന്ന് ഉണ്ടായിരുന്നത്. അരങ്ങഴിക്കുളം എന്നാണ് എൻ്റെ പേര്. ഞാൻ വരുന്ന ടൈമിൽ ആക്ച്വലി ഇതിന് തിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ കുളത്തിന്. ഇതിപ്പോൾ കുറേ നാളെ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ആഴമുള്ള കുളമാണ്. കുറേ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചെറുപ്പം തൊട്ട് നമുക്ക് എൻ്റെ വീട് ആ പാടവരമ്പത്തായതുകൊണ്ട് തന്നെ പാടത്തിലായിരുന്നു. ഇപ്പം അതൊക്കെ നികത്തി അവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ആയി. സ്റ്റിൽ മിസ് മൈ ഹോം. പിന്നെന്താ സ്ഥലമൊക്കെ മിസ് ചെയ്യുന്നത്. കുട്ടിയായിട്ടിരുന്നാൽ മതിയായിരുന്നു അല്ലേ. വലുതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തലവേദനകൾ, ഒരുപാട് ആളുകളോട് ദേഷ്യം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വിഷമമില്ല, നമുക്കെല്ലാവരോടും സ്നേഹം മാത്രമാണ് അല്ലേ. വീണ്ടും ഒരു കുട്ടിയായിട്ട് ജനിക്കാൻ പറ്റുമെങ്കിൽ അല്ലേ.